ആദ്യം ഞാൻ വൈദികരും പിതാവും സഭയും എന്ന് പറഞ്ഞാൽ ദൈവതുല്യമാണ് ഞാൻ വൈദികരെ കണ്ടിരുന്നത്. ഇപ്പോൾ വൈദികരെന്ന് പറഞ്ഞാൽ അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ടവർ. പിതാവ് തറ തൊട്ട് അവരുടെ ചെയർമാൻ റോണി മാളയ്ക്കൽ, ഡയറക്ടർ റോണി മാളയ്ക്കൽ, ഇപ്പോഴത്തെ ഡയറക്ടർ മോഹൻ ചുരവടി, ഇപ്പോഴത്തെ ചെയർമാൻ മോർലി കൈതപ്പറമ്പിൽ, ഇവരൊക്കെ അവരുടെ വേഷത്തിന് പറ്റിയ സ്വഭാവമല്ല അവർ കാണിക്കുന്നത്. അവർക്ക് ചെക്കുകൾ കൊടുക്കുക, പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ആൻറ്റിന്ന് സ്നേഹത്തോടെ സമീപിക്കുക, പൈസ കിട്ടിക്കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറുക. പിന്നെ അറിയില്ല, നമ്മളൊരാവശ്യത്തിന് ചെന്ന് കഴിയുമ്പോൾ അവർ നമ്മളെ അറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം വൈദികരെന്ന് പറഞ്ഞാൽ ആട്ടിൻതോലണിഞ്ഞ് ചെന്നായ്ക്കളാണ് അവർ. അത് തറയപ്പിതാവും സഹിതം. തറയപ്പിതാവ് എനിക്ക് കോടികൾ വാങ്ങിച്ചിട്ട് അവരുടെ സ്ഥാപനം പണിത് ഉയർത്താൻ വേണ്ടി കൊടുത്തതാണ്. എനിക്കും ഒരു സഹായം, എൻ്റെ വാർദ്ധക്യത്തിൽ എന്നെ സംരക്ഷിക്കുമെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലാകുമ്പോൾ അവരെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. എൻ്റെ അമ്മയുടെ ആണ്ട് നടത്തുന്നില്ല, സാറിൻ്റെ ആണ്ട് നടത്തുന്നില്ല, എൻ്റെ ബർത്ത്ഡേ. ഈ പ്രാവശ്യം എൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവരെന്നോട് എൻ്റെ ബർത്ത്ഡേ നടത്തി കേക്കിൽ കൺഗ്രാജുലേഷൻ എന്നാണ് ആ കേക്കിൽ എഴുതിയിരുന്നത്. പിന്നെ എൻ്റെ അമ്മയുടെ ആണ്ട് നമുക്ക് വിളിക്കേണ്ടവരെ വിളിക്കാം, അതൊന്നുമില്ല. അവരുടെ ഇഷ്ടത്തിന് അവർ നടത്തി. 1-2 രൂപയല്ല കൊടുത്തത്, 3 കോടിയാണ് കൊടുത്തത്. ആ 3 കോടി ഞാൻ ഇന്ന് ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ കഴുതകളുടെ ഒന്നും കാലി പിടിച്ച് നടക്കണ്ടായിരുന്നു. ലൂർദ് മാത ക്യാൻസർ കെയർ സെൻ്റർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങുന്നു. അപ്പോൾ അവരുടെ പണിയാൻ പൈസയില്ല. അപ്പോൾ ആൻറ്റി സഹായിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സഹായിക്കാം, എൻ്റെ ജീവിതാന്ത്യം വരെയും എൻ്റെ സംരക്ഷണം ഏറ്റെടുക്കണമെന്ന് ഫാദർ റോണി മാളയ്ക്കലിനോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് ആൻറ്റിക്ക് പെയ്ഡ് ഓൾഡ് ഏജ് ഹോം തരുമെന്ന് പറഞ്ഞാണ്. പൈസ തീരുന്നതനുസരിച്ച് വന്ന് ചോദിക്കും. പല പ്രാവശ്യമായിട്ട് എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ ചെക്ക് കൊടുപ്പിക്കും. എൻ്റെ അമ്മ എനിക്ക് തരാനിരുന്ന പൈസയാണത്. ഞാനത് ഒരു സ്ഥാപനത്തിന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യം സുരക്ഷിതമായിരിക്കും എന്ന് വിചാരിച്ചാണ് ഈ അച്ഛൻ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തത്. ഇപ്പോൾ ഈ അച്ഛനെയൊക്കെ കാണുമ്പോൾ എനിക്ക് പിശാചുക്കളെ കാണുന്ന പോലെ. രേഖകൾ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് 200 രൂപയുടെ മുദ്ര പേപ്പർ വാങ്ങിക്കൊടുത്തു. എൻ്റെ അമ്മയ്ക്കൂടെ അതിനകത്ത് കുറേ കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ട് അന്ന് അവർ ചെയ്തു തന്നില്ല. അത് കഴിഞ്ഞ് എനിക്ക് ഈ ഇപ്പം തന്നിരിക്കുന്ന മുദ്രാപത്രം തന്നത് അവിടെ ഒരു മോഷണം നടന്നു, നെടുമങ്ങാട് 9-ാം നമ്പർ മുറിയിൽ. ആ മോഷണം നടന്നപ്പോൾ എൻ്റെ അലമാരി തുറന്നു. എൻ്റെ അലമാരിക്കകത്ത് 25 പവൻ സ്വർണവും 5 ലക്ഷം രൂപയുണ്ടായിരുന്നു. അത് കവർന്നെടുത്തു. അത് കേസ് ഞാൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി അവരെൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പേപ്പർ എനിക്ക് എഴുതി തന്നത്. അതിനകത്തുണ്ട്, അത് തറ ഒപ്പിട്ടിട്ടുണ്ട്, അന്നത്തെ ഡയറക്ടർ റോണി മാളയ്ക്കൽ ഒപ്പിട്ടിട്ടുണ്ട്, അന്നത്തെ സ്നേഹനിധിയായ ഫാദർ ജോസ് വിരിപ്പൽ അച്ഛനാണ് പറഞ്ഞു, ആൻറ്റി ഞങ്ങൾ വൈദികർ മാറിയാലും മെത്രാൻ മാറില്ല, അതുകൊണ്ട് മെത്രാനെ കൊണ്ട് സൈൻ ചെയ്യിക്കണം, അതുകൊണ്ട് മെത്രാനെ കൊണ്ട് ഞാൻ സൈൻ ചെയ്യിച്ചു തരാമെന്ന് പറഞ്ഞു. ആ അച്ഛൻ ചെയ്തു തന്നുകൊണ്ടാണ് ഇന്ന് എനിക്കൊരു രേഖ എൻ്റെ കയ്യിലുള്ളത്. ഇന്നിപ്പോൾ ഫോൺ വിളിച്ചാൽ ഇവരാരും എടുക്കില്ല. ഞാൻ ഹോസ്പിറ്റലിലേക്ക് കിടക്കുമ്പോൾ ഫോൺ വിളിച്ചാൽ എടുക്കില്ല. ഒരു പ്രാവശ്യം ഞാൻ ജൂബിലിയിലാണ് ഇപ്പം കാണിക്കുന്നത്. ഞാൻ അവരുടെ സ്ഥാപനത്തിൽ താമസിച്ചുകൊണ്ടാണ് ഞാനൊരു രോഗിയായി. ഒരു പ്രഷറുണ്ട്, ഹൈ പ്രഷറുണ്ട്, ഉറക്കയില്ല. ഇവരുടെയൊക്കെ സമീപനം കൊണ്ടാണ് ഞാൻ രോഗിയായി മാറേണ്ടി വന്നത്. ഫുഡ് പോയ്സൺ തന്നിട്ടുണ്ട് ഒരിക്കൽ. ഫുഡ് പോയ്സൺ തന്നതുകൊണ്ടും അവിടെ മുറി കുത്തിത്തുറന്ന് മോഷണങ്ങൾ നടത്തിയത് കൊണ്ടുമാണ് അങ്ങോട്ട് പോകാൻ ഇനി എൻ്റെ ജീവനിൽ ജീവിക്കണമെന്ന് താല്പര്യമുള്ളതുകൊണ്ടാണ് അവിടെ പോയി നിൽക്കാത്തത്. നമ്മളെ വധഭീഷണി വരെ അവിടെ ഉണ്ട്. സിസ്റ്റേഴ്സ് പറയുന്നതേ അച്ഛന്മാരും ഈ തറയും കേൾക്കൂ. തറ ഒരു ശുദ്ധ ഫ്രോഡാണ്. ഒരു ബിഷപ്പിനുള്ള യോഗ്യത അങ്ങേർക്കില്ല. അങ്ങേര് വെറും കള്ളനാണ്. അല്ലെങ്കിൽ ഈ ഒരു അനാഥയായി എന്നെ ചതിക്കുമോ? 1-2 രൂപ അല്ലല്ലോ ഞാൻ കൊടുപ്പിച്ചത്, 3 കോടി. അതും ഞാൻ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് വന്നതാണ്, സമ്പന്ന കുടുംബത്തിലെ അല്ല. എൻ്റെ അപ്പനൊരു മദ്യപാനിയായിരുന്നു. അതുകൊണ്ട് വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചതും. ആ സാഹചര്യത്തിൽ ഇനി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല ഇതിൻ്റെ ഉറപ്പിലാണ് ഡോക്ടർ എനിക്ക് ഇത്രയും തന്നതും. എൻ്റെ മരണം വരെയും എനിക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ എനിക്ക് പൈസ തന്നത്. പക്ഷേ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിയാനല്ല. ഇപ്പോൾ പൈസ വേണമെങ്കിൽ ഞാൻ അവരുടെ കാല് പിടിക്കണം, ഒരു നേരത്തെ ആഹാരം വേണേൽ കാല് പിടിക്കണം. എനിക്ക് തന്നെ പാചകം ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കാല് സർജറി ചെയ്തിട്ട് 1.5 മാസമേ ഉള്ളൂ. അടുത്ത കാലിനും അതിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ്. ഇവരുടെ കൂടെ പോയാൽ എനിക്ക് ജീവന് അപായം വരും, അത് ഉറപ്പാണ്. ഒന്ന് റോണി മാളയ്ക്കൽ,
ആ റോണി മാളയ്ക്കലാണ് മെയിനായിട്ട് കബളിപ്പിച്ച വ്യക്തി. റോണി മാളയ്ക്കൽ അയാൾ സഭയ്ക്ക് വേണ്ടി 3 കോടി അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഒരു 1.5 കോടിയോളം മേടിച്ചിട്ടുണ്ട്. അതിലൊരു 40 ലക്ഷം മേടിച്ചത് ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തരാമെന്ന് പറഞ്ഞ് മേടിച്ചതാണ്. പിന്നെ പ്രശ്നങ്ങളുണ്ടാക്കി 40 ലക്ഷം എനിക്ക് തിരിച്ചു തന്നു. അല്ലാതെ ഇനി അയാളോട് മാഡം ഒത്തിരി ഡിമാൻഡുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മോളാണ്, അവളെ പൊന്നു ഒരു കുറവും വരാതെ നോക്കണം, അവളെ യൂറോപ്പിൽ കൊണ്ടുപോകണം, ഹോളിലാൻഡിൽ കൊണ്ടുപോകണം, ഏത് വിദേശ രാജ്യങ്ങളിൽ അച്ഛൻ പോകുന്നോ അച്ഛൻ്റെ അമ്മയാണെന്ന് കരുതി അച്ഛൻ നോക്കണം എന്നാണ് എൻ്റെ ഡോക്ടർ ശാന്തമാധവൻ ഈ റോണി മാളയ്ക്കലിനെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നത്. റോണി മാളയ്ക്കൽ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയപ്പോൾ പുള്ളി അത് എല്ലാം ഒരു അവിടെ വഴിക്ക് പോട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ സമീപനം. ഇപ്പോൾ ഇനി എനിക്ക് അവിടെ 9-ാം നമ്പർ മുറിയിൽ താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല. അവിടെ എൻ്റെ സാധനങ്ങളെല്ലാം കിടപ്പുണ്ട്. ഒരു അലമാരിയുണ്ട്, അതെൻ്റെ അമ്മയുടെ അലമാരിയാണ്. അതൊക്കെ എനിക്ക് തിരിച്ചെടുത്തുകൊണ്ട് വരണം. അവിടെ താമസിക്കുന്ന യാതൊരു താല്പര്യമില്ല. കാരണം അവരുടെ കന്യാസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് വളരെ മോശമായ സമീപനമാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഓൾഡ് ഏജ് ഹോമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫീസറിൽ പരാതി കൊടുത്തിട്ട് അവിടുന്ന് ഓഫീസേഴ്സ് വിളിച്ച് തിരക്കിയതുകൊണ്ട് ഹോസ്പിറ്റലിൽ ലാസ്റ്റ് ദിവസം എല്ലാവരും കൂടെ ഊത്തിളകുന്ന പോലെ എത്തി എൻ്റെ അടുത്ത്. ആൻറ്റി എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടായിരുന്നു. അവൾക്ക് പൈസ തന്നില്ല, എൻ്റെ ചിലവിന് തന്നില്ല. ഹോസ്പിറ്റലിൽ ഞാൻ 30,000 രൂപ എക്സ്ട്രാ അടയ്ക്കേണ്ടി വന്നു. സ്റ്റാർ ഹെൽത്ത് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 1.75 കിട്ടുകയുള്ളൂ. 2,07,000 രൂപയാണ് എനിക്ക് ബില്ലായത്. അതൊന്നും അവർ തന്നില്ല. എൻ്റെ അനുദിന ചെലവും എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാമെന്ന് പറഞ്ഞ് ഒരു വാഗ്ദാനം ചെയ്തിരുന്നതാണ്. ഒപ്പിട്ട് തന്നതാണ്. ആ തറ ഇന്ന് കാണാനില്ല. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. എൻ്റെ 2 നമ്പറിൽ ഒന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു, ഒന്ന് വിളിച്ചാൽ എടുക്കില്ല. അടുത്ത നടപടി എന്ന് വെച്ചാൽ ഇവരുടെ പേര് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുക. തറയുടെ പേരായിരിക്കും മെയിൻ. തറയും റോണി മാളയ്ക്കൽ, ഇപ്പോഴത്തെ ഡയറക്ടർ ഫാദർ മോവൻ ചൂരവടി, ചെയർമാൻ ഫാദർ മോർലി കൈതപ്പറമ്പിൽ, ഇവരൊക്കെ പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുക. ലെറ്റർ എഴുതി വെക്കും, ഇവരാണ് എഴുതി വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും, അത്ര ചെയ്യും. ചങ്ങനാശ്ശേരി രൂപത അധപതനത്തിലേക്ക് പോകും, നന്നാകില്ല. അയാൾ ഒരിക്കലും ഒരു അതിരൂപതയെ നയിക്കാൻ യോഗ്യനല്ല. കാരണം പണത്തോടുള്ള ആർത്തി. അല്ലെങ്കിൽ ഞാനൊരു രോഗിയായിരിക്കുമ്പോൾ എന്നെ അന്വേഷിക്കുകയോ എനിക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി തരികയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു അനാഥയോട് വഞ്ചനാ കുറ്റം കാണിക്കുന്നവൻ എങ്ങനെ യോഗ്യനാകും? വെറും ചതിയനാണ്, വഞ്ചകനാണ്. ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കുട്ടിയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പിതാക്കന്മാരും അച്ഛൻ വൈദികരെ കാണുന്നത് തന്നെ ഇപ്പോൾ വെറുപ്പാണ്. നല്ല ആരോഗ്യമില്ല. ആരോഗ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നടക്കാനൊരു കിട്ടുവാണെങ്കിൽ ഒരു ബക്കറ്റുമായി പോവുക, അത് പോയി പിരിവെടുക്കുക. അപ്പോൾ പിതാവിന് അവിടെ ഒരു പിതാവെന്നുള്ള നിലയ്ക്ക് നാണക്കേട് വരുമല്ലോ. അപ്പം ഞാനൊരു ബക്കറ്റ് 3 കോടി കൊടുത്ത വ്യക്തി ബക്കറ്റ് പിരിവിന് നടക്കുമ്പോൾ അവർക്ക് നാണക്കേട് വരില്ലേ? ഞാൻ അതാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ബക്കറ്റുമായി പോവുക. 31-ാം തീയതി സ്ഥാനാരോഹണം നടക്കുമ്പോൾ 3 കോടി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടെന്നും എന്നെ സംരക്ഷിച്ചോളാമെന്നും തറ സഹിതം ഒപ്പിട്ട് തന്നിട്ടുള്ളതാണ്. അത് അവർ എൻ്റെ ഒരു കാര്യം അവർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അത് ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അവർ എൻ്റെ പണം തിരിച്ചു തരിക, ഇല്ലെങ്കിൽ എനിക്ക് മാസം എൻ്റെ അക്കൗണ്ടിൽ ഇത്ര രൂപ ഇട്ട് തരിക. അതിന് തറ ബാധ്യസ്ഥനാണ്. ഞാനൊന്ന് ഫോൺ ചെയ്താൽ എടുക്കത്തില്ല. അഥവാ ഞാൻ സംസാരിച്ചാൽ തെറി വിളിച്ചു എന്നാണ് ഭാഷ. ഈ കുട്ടനാട്ടിലെ വൈദികരുടെ ഒരു ഭാഷയാണെന്ന് തോന്നുന്നു. നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ തെറി വിളിച്ചു, എൻ്റെ പിതാവിനെ തെറി വിളിച്ചു. അത് മോവൻ ചൂരവടി പറയുന്ന ഒരു ഭാഷയാണ്. ആൻറ്റി എൻ്റെ പിതാക്കന്മാരെ തെറി വിളിച്ചു, എന്നെ തെറി വിളിച്ചു, തെറി വിളിക്കാൻ ആൻറ്റി വിളിക്കേണ്ട എന്നാണ് അവരുടെ ഭാഷ. നമ്മൾ സംസാരിക്കുമ്പോൾ തെറി എന്ന് പറഞ്ഞ ബാക്കി ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ചെക്ക് എഴുതി കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അവർക്ക് തെറിയല്ലാതെ. അല്ലാത്തപ്പോൾ നമ്മൾ സംസാരിക്കാൻ തെറി വിളിച്ചു എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ ഡയറക്ടർ പറയുന്നത്. എല്ലാവരും വൈദികർ, കുട്ടനാട്ടിലെ എല്ലാ വൈദികരും നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ ചെന്നാൽ ഞങ്ങളെ തെറി വിളിച്ചു, ഞങ്ങളെ പിതാക്കന്മാരെ തെറി വിളിച്ചു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അതിലെന്താകുമെന്ന് അറിയത്തില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. നമ്മളെ പട്ടിയെ പോലെ നടത്തി. അവർക്ക് പോലീസുകാർക്കറിയില്ലല്ലോ ഈ വൈദികരുടെ കുപ്പായം കവളിപ്പിക്കുന്ന കുപ്പായമാണെന്ന്. അതവർക്കറിയത്തില്ല. അവർ ഞങ്ങളെ പട്ടിയെ പോലെ നടത്തി. കുറേ ദിവസം നടന്നു. പിന്നെ ഞാൻ തന്നെ പിന്തിരിയുകയാണ് ചെയ്തത് അതിൽ നിന്ന്. എന്നിട്ട് അവർ കളിയാക്കുകയായിരുന്നു. നിങ്ങൾ എന്തോ ഒരു ഭാഷ പോലീസുകാർ പറഞ്ഞു, മെഡിക്കൽ കോളേജ് പോലീസ്.
മെഡിക്കൽ കോളേജ് പോലീസും ഈ ഇപ്പോഴത്തെ അച്ഛന്മാരുമായിട്ട് വലിയ കമ്പനിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മളവിടെ അത്ര മോശമായി പെരുമാറി. ഈ തെളിവ് തറ ഒപ്പിട്ട് തന്നു, റോണി മാളയ്ക്കൽ ഒപ്പിട്ട് തന്നു, അന്നത്തെ ചെയർമാൻ ഫാദർ ജോസ് വിരിപ്പയിൽ ഒപ്പിട്ട് തന്നു. ഈ രേഖകളുമായിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് നമ്മളെ അവരെ ഒരു കളിയാക്കുന്ന വിധത്തിലായിരുന്നു പോലീസ് സ്റ്റേഷനിലുള്ള സമീപനം.